അങ്ങനെ നമ്മുടെ ആകാശ് സാബമാൻ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായിരിക്കുകയാണ്. അദ്ദേഹം ക്യാപ്റ്റനാവുന്ന പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതനുസരിച്ച് ആ കയർ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ആ കയറിൽ ബിഗ് ബോസ് പറയുന്ന സ്ഥലത്ത് ഓരോ ആളുകളും പിടിക്കുക എന്നുള്ളതാണ്. കൈ താഴാൻ പാടില്ല. അങ്ങനെ കൈ താഴാതെ എത്ര നേരം സ്ട്രെയിറ്റ് ആയിട്ട് ആ കയർ ഏറ്റവും കൂടുതൽ നേരം പിടിച്ച് നിൽക്കുന്നോ അയാൾ ഈ വീട്ടിൻ്റെ ക്യാപ്റ്റനാകും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. അതനുസരിച്ച് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്ന അനുമോളും ആര്യനും നമ്മുടെ സാബുമാനും കൂടി കയറിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ കയറ് അനുമോളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അനുമോൾക്ക് അത് ഒരുപാട് സമയം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അത് അനുമോളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് ആര്യൻ്റെ കയ്യിൽ നിന്നും ഈ കയറ് താഴെ പോകുന്നുണ്ട്. സാബുമാൻ മാത്രമാണ് ആ കയറ് താഴെ പോവാതെ ഫിറ്റായ രീതിയിൽ സ്ട്രെയിറ്റായ രീതിയിൽ പിടിച്ചുകൊണ്ട് നിന്നത്. സ്വാഭാവികമായിട്ടും സാബുമാൻ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി. നമുക്കറിയാം ഫിറ്റ്നസ് ട്രെയിനറാണ് പുള്ളിക്കാരൻ, ഫിറ്റ്നസ്സിനൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ സാബുമാന് ഇതുപോലെയുള്ള ഫിസിക്കൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും മത്സരം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി സാബുമാൻ ജയിക്കുമെന്ന്. എങ്കിലും ആര്യൻ ടാസ്കിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളായതുകൊണ്ട് ആര്യനും ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആര്യനെയും അനുമോളെയും തോപ്പിച്ച് സാബുമാൻ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് എന്നാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ബിഗ് ബോസ് വാർത്ത. ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.